ഇങ്ങോട്ടിട. സ്ലോ മോഷൻ വേണ്ട, നോർമൽ സ്പീഡ് മതി. കുറച്ച് അവയിൽ ഇങ്ങോട്ടും വിളമ്പോ. തന്റെ കഥ സിനിമാക്കണമെങ്കിൽ മതി. ഈ വർഷം നടക്കുവോ? നടക്കാതിരിക്കാൻ എന്താ, പാരാലിസിസ് പിടിച്ച് കിടപ്പിലാണോ? ഊതല്ലേ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. പാരാലിസിസ് പിടിപെട്ട ഒത്തിരി കഥകൾ എന്റെ പെട്ടിയിലുണ്ടെന്നാ. എന്റെ അമ്മേ, ഉയ്യോ, സൂക്ഷിക്കണം, പടരുന്ന സൂക്കേട. കഥയിൽ നിന്ന് കഥാകൃത്തിലേക്ക് പടരും. ഉള്ളതാണോ? ഉള്ളതാണോന്നോ? കഴിഞ്ഞ മാസം ടി വിയിലുണ്ടായിരുന്നു. പാരാലിസിസ് പിടിപെട്ട് 6 മാസം അലമാരയിൽ അനങ്ങാതിരുന്ന ഒരു കഥ കഥാകൃത്ത് പൊടിതട്ടിയെടുത്തപ്പോ അയാൾക്ക് പാരാലിസിസ് പിടിപെട്ടു. അങ്ങനെ നിലത്ത് വീണ് പിടഞ്ഞ് ചോര ചെത്തിച്ച് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. ഇവിടെ അല്ല, ചെക്കോസ്ലോവാക്യ. കറക്റ്റാ. എനിക്ക് പാരാലിസിന്റെ കഥ എടുത്ത് കത്തിച്ചു കളയാം. തൊമ്മൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ? എനിക്കറിയാം, മലയാള ചലച്ചിത്രവേദിക്ക് കഴിവുറ്റൊരു തിരക്കഥാകൃത്തിനെ നഷ്ടമാവും. അതല്ല, വായിക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് തിരശീല വീഴും. ഉള്ളത് പറയുന്നുണ്ട്, തോട്ടപ്പള്ളിക്ക് ഒന്നും തോന്നരുത്. ഇല്ല, ഒന്നും തോന്നത്തില്ല. ഡൊമിനിക്ക് അയ്യപ്പാണ്ടനെ പോലെയല്ല. കലാഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു ഡയലോഗ് പോലും ഈ ക്യാമറ ഒപ്പിയെടുക്കത്തില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ. തോട്ടപ്പള്ളിയുടെ ഭാവനയിൽ ഊറിത്തിരിഞ്ഞ് തോട്ടപ്പള്ളിയുടെ തൂലികയിൽ നിന്ന് നടന്നു വീഴുന്ന കർണകഠോരമായ കഥയെക്കാളും എത്രയോ ഭേദമാണ് ഈ അവിയലി. ആണോ? എന്നാ ഇന്നോ തിന്നോടാ. കുറെ നാളായി അന്നാക്കി എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. അയ്യോ, കണ്ണരിയത് എന്റെ കണ്ണരിയത് കണ്ണിന് അവിയലി തള്ളി. അയ്യോ, വെള്ളം വെള്ളം വെള്ളം. സാമ്പാർ വെച്ച് താരാടാ പന്നി.